ഓടിയിരിക്കുന്നത് എന്റെ അച്ഛന്റെ ആത്മാവാണ്. അയാളാണോ ഇനി ലോറി കൊണ്ട് ഞങ്ങളുടെ ബുള്ളറ്റിൽ ഇടിച്ചതെന്ന് എനിക്കിപ്പോ നല്ല സംശയമുണ്ട് മകൻ. ഇവന്റെ അച്ഛൻ വിശ്വനാഥനെ ലോറി ഇടിച്ചു കൊന്നത് ഞാൻ. അതിനെനിക്ക് പണം തന്നത് വാമദേവൻ. ഹലോ കൈസ്, അങ്ങനെ നമ്മുടെ ഉപ്പും മുളകും പാറമട വീട് ഇപ്രാവശ്യത്തെ ഹോം സ്റ്റേയും പൊളിഞ്ഞു എന്നാ തോന്നുന്നത് മക്കളെ. വേറൊന്നുമല്ല, ഇപ്രാവശ്യം വന്ന ഗസ്റ്റ് തലേന്ന് ഊരിപ്പോകാത്ത രീതിയിൽ അവിടെ തന്നെ കടിച്ചു വറച്ച് നിൽക്കുവാണേ. അപ്പം നമ്മുടെ ഗൗരിയമായി ലച്ചും കൂടെ നമ്മുടെ പുതിയ ഗസ്റ്റ് പ്രാക്ടീസ് ചെയ്യുന്ന സ്ഥലത്തേക്ക് പോകുമ്പോൾ അവർ ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് എന്തെങ്കിലും ഭാവങ്ങൾ കാണണോ മക്കളെ എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ ഗൗരിയമായി പറയുന്നുണ്ട്, രൗദ്രം കാണണോ എന്ന് പറയുമ്പോൾ അവരിങ്ങനെ രൗദ്രം അഭിനയിച്ച് കാണിക്കുന്നുണ്ടേ. ആ രൗദ്രം കാണുമ്പോൾ ശരിക്കും നമുക്ക് ചിരി വരും കേട്ടോ. അപ്പം നമ്മുടെ സിദ്ധോളിയനാണെങ്കിൽ ഇതൊക്കെ കണ്ടിട്ടും ഒരു മീന് പോലും പുറത്തിറക്കാൻ പറ്റുന്നില്ല എന്നും പറഞ്ഞ് നമ്മുടെ ലച്ചുവും പരിഭവം പറയുന്നുണ്ട്. അപ്പൊ സിദ്ധുവളയും പറയുന്നുണ്ട്, അവര് നാളെ പോകുമായിരിക്കും അല്ലേ എന്ന് പറയുമ്പോൾ നമ്മുടെ ലച്ചുവും ഗൗരിയമ്മയും കൂടെ പറയുന്നുണ്ട്, ഒരു രക്ഷയില്ല, ഒരു പിടിയില്ല സിദ്ധു, മീൻ പോലും ഫ്രിഡ്ജിൽ നിന്ന് പുറത്തിറക്കാൻ പോലും പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ലച്ചുവും നമ്മുടെ ഗൗരിയമ്മയൊക്കെ കൂടി ഭയങ്കര ശോകാട്ടോ. പിന്നീട് നമ്മുടെ ഈ ഗസ്റ്റ് ഉണ്ടല്ലോ അടുക്കളയിലോട്ട് മണം പിടിച്ചു വരുവാ, വെച്ച മീത്തിന്റെ മണം എന്നും പറഞ്ഞ് പണ്ട് നമ്മുടെ കിലുക്കത്തിലെ രേവതി വരുന്ന പോലെ വെച്ച കോഴീന്റെ മണം എന്ന് പറഞ്ഞ് വന്ന പോലെ ഈ ഗസ്റ്റ് വരികയാണ്. അപ്പൊ നമ്മുടെ കനകാന്റി പറയുന്നുണ്ട്, അതെ ഇന്നലെ ഇച്ചിരി നെയ്മീൻ കിട്ടിയത് വെച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറയുക. അപ്പൊ ഇവര് വേഗം തന്നെ ചട്ടി തുറന്നു നോക്കിയിട്ട്, എനിക്ക് എന്ത് ഇഷ്ടാന്നറിയോ, ഇത് ഈ ചട്ടിയിലിട്ട് ചോറിട്ട് എനിക്കൊന്നൊരു കലക്ക നൂണ് കഴിക്കണം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഭയങ്കരമായിട്ട് വെള്ളൂറി വായിൽ വെള്ളൂറി നിൽക്കുവാട്ടോ ഗസ്റ്റ്. അപ്പൊ മിക്കവാറും പാറമടയിലത്തെ വേറെ എല്ലാവരും ഇന്ന് പട്ടിണിയായിരിക്കും എന്ന് തന്നെ സാരം. എന്തായാലും ഇവരെ ഓടിക്കാൻ വേണ്ടി നമ്മുടെ ലച്ചുവും സിദ്ധു അളിയനും ഗൗരിയമായും കൂടെ എന്തെങ്കിലുമൊക്കെ തട്ടിക്കൂട്ട് പരിപാടി ചെയ്യും. നമ്മുടെ കേശു അളിയൻ ഉണ്ടായിരുന്നെങ്കിൽ പണ്ട് ഇവർ ഓടിച്ചാനെ. കേശു ഇല്ലാത്തതിന്റെ പ്രശ്നമാണ് ഇപ്പൊ അവിടെ പാറമട വീട്ടിൽ മൊത്തം നടക്കുന്നത്. എന്തായാലും കാത്തിരുന്നതിനെ കണ്ണോട്ടപ്പെടുത്ത ഒരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.